എന്താ മോനെ? എനിക്ക് അമ്മയോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഈശ്വര, എന്താണ് ഇവന്റെ മനസ്സിൽ? എല്ലാം അറിഞ്ഞിട്ടുള്ള വരവാണോ? എന്താ മോനെ, എന്താ കാര്യം? അമ്മേ, ആരാ അമ്മേ പെണ്ണ്? ഈശ്വര, പ്രതീക്ഷിച്ചതുപോലെ തന്നെ അരുണെല്ലാം അറിഞ്ഞിരിക്കുന്നു. ഏത് പെണ്ണ്? ആദ്യേട്ടനെ അന്വേഷിച്ച് മുമ്പ് ഇവിടെ വന്ന പെണ്ണ്. ആ പെണ്ണല്ലേ അമ്മയ്ക്ക് ബ്ലഡ് തന്നത്? അവളെയല്ലേ പിന്നെ ഒരു ദിവസം അമ്മയും ഐശ്വര്യയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എനിക്ക് ആശുപത്രി വെച്ച് ബ്ലഡ് തന്ന പെണ്ണ്. ആ കുട്ടി ബ്ലഡ് തന്നു, അത്രേ ഉള്ളൂ. അമ്മയുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? അമ്മയുടെ ശബ്ദവും പതറിയിരിക്കുന്നു. എന്താ അമ്മേ? നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? എന്റെ ശബ്ദം പതറിയിട്ടൊന്നുമില്ല. എനിക്കൊരു പെണ്ണിനെ അറിഞ്ഞുകൂടാ. നീ ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. എനിക്കറിയാം ആ പെണ്ണ് യഥാർത്ഥത്തിൽ ആരാന്ന്. അമ്മയ്ക്ക് വ്യക്തമായിട്ട് അറിയാമെന്നും എനിക്കറിയാം. എന്തൊക്കെയാ മോനെ നീ ഈ പറയുന്നേ? എനിക്കാരും അറിയില്ല. അതുമല്ല, അങ്ങനെ ഒരു പെണ്ണുമില്ല. എന്നാ ഞാൻ പറയട്ടെ അവൾ ആരാന്ന്? ആരാ? ആദ്യേട്ടൻ ഇഷ്ടപ്പെടുന്ന ആളല്ലേ അത്? അരുണെ, എനിക്കൊന്നും അറിയില്ല മോനെ. അമ്മേ, അമ്മ കള്ളം പറയാ. അമ്മയ്ക്കെല്ലാം അറിയാം, എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ എന്റെ മുമ്പിൽ അഭിനയിക്കുക. അമ്മേ, സത്യം പറയാമേ, അമ്മയ്ക്കറിയില്ല അവൾ ആരാന്ന്? എടാ, എനിക്ക് അറിയാം, അമ്മയ്ക്കറിയാം. കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് കരുതി അമ്മ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുക. പക്ഷെ അമ്മേ, ഞാനിനി പഴയതുപോലെ ഏട്ടനല്ലേ എന്ന് പറഞ്ഞ് ഒതുങ്ങിയിരിക്കാനൊന്നും പോകുന്നില്ല. നല്ല ശക്തമായി തന്നെ പ്രതികരിക്കാൻ പോവാ. മോനെ, നീ എന്താ ഈ പറയുന്നേ? അമ്മയ്ക്ക് അറിയില്ല അല്ലേ? അമ്മയ്ക്ക് ഞാൻ എല്ലാം അറിയിച്ചു തരാം. അവളെ കണ്ടുപിടിച്ച് ഞാൻ അമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും. അവളെ കൊണ്ട് ഞാൻ എല്ലാം പറയിക്കും. അന്ന് അവൾ തന്നില്ലേ രക്തം, അത് അമ്മയങ്ങ് തിരിച്ചു കൊടുത്താൽ മതി. മോനെ വേണ്ട, നീ പേടിക്കും പോലെ ഒന്നുമില്ല. ആദ്യയുടെ അമ്മ ചോദിക്കാം. എന്ത് ചോദിക്കാൻ? ഇനി ചോദിക്കലും പറച്ചിലും ഒന്നും വേണ്ടമ്മേ. ആ പെണ്ണിനെ കാണാൻ പാടില്ലെന്ന് അമ്മ ഓർഡർ കൊടുത്താൽ മതി. മോനെ, നീ ഇങ്ങനെയൊക്കെ പറയുമ്പോ അമ്മയ്ക്ക് പേടിയാവുക. നീ ഇതിലൊന്നും ഇടപെടണ്ട. നിന്നെ അമ്മ ഇപ്പൊ കൂടുതൽ സംരക്ഷിക്കണ്ടേ. നിനക്ക് എന്തെങ്കിലും സംഭവിച്ച് ഈ അമ്മയ്ക്ക് സഹിക്കാൻ കഴിയില്ലടാ. അമ്മേ, അമ്മ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ പറയുന്നത് എന്താണെന്ന് നിനക്ക് കുറെ കഴിയുമ്പോ മനസ്സിലാവും. എനിക്ക് മനസ്സിലായി. ആദ്യേട്ടനുമായിട്ട് ഞാൻ വഴക്കുണ്ടാക്കുമെന്ന് അമ്മയ്ക്ക് പേടിയല്ലേ? അങ്ങനെയൊന്നും പറയാതടാ. അമ്മേ, ഇക്കാര്യത്തിൽ ഞാൻ ഉറപ്പായിട്ടും വഴക്കുണ്ടാക്കും, അത് തീർച്ചയാ. അമ്മ ആദ്യേട്ടനെ പറഞ്ഞ് മനസ്സിലായിക്കോ, ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോവും. ഞാൻ ആ പെണ്ണെ നേരിട്ട് ചെന്ന് കാണും, നേരിട്ട് സംസാരിക്കുകയും ചെയ്യും, അതുറപ്പാ. അരുൺ, ഈശ്വര, അമ്മേ, അരുൺ എന്താ അമ്മയോട് സംസാരിച്ചത്? നീ ഉദ്ദേശിക്കുന്നത് തന്നെ അരുണ് സംസാരിച്ച്. അതിരിക്കട്ടെ, ആരാ ആ പെണ്ണ്? ഏത് പെണ്ണ്? അശ്വതി. അവൾ ആരാ? അരുൺ ഓരോന്നൊക്കെ പറഞ്ഞ് പിടിപ്പിച്ച് കാണുമല്ലേ? എനിക്കറിയില്ലമ്മേ, അതൊക്കെ അവൻ വെറുതെ പറയുന്നതാ. ശരി, അഭിരാമി അറിയോ? പറ, നിനക്ക് അഭിരാമി അറിയോ? അമ്മ എല്ലാം അറിഞ്ഞു അല്ലേ? എല്ലാം ഞാൻ അറിഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് കുഴിച്ചുമൂടിയ രഹസ്യങ്ങള് ഇപ്പൊ ഉയർത്തെഴുന്നേറ്റ് വരിക. നേരിടാൻ നമ്മുടെ ഭാഗത്ത് വേറെ ആരുമില്ല. ഞാനും നീയും മാത്രം. അരുണിന്റെ ജീവിതത്തിലേക്ക് അവളിനി കടന്നു വരാൻ പാടില്ല.
നമ്മൾ രണ്ടുപേരും ഒറ്റക്കെട്ടായി നിന്ന് അശ്വതിയെ എതിർക്കണം. അമ്മേ, മറ്റാരും അറിയിക്കാതെ ഞാൻ ഒറ്റയ്ക്ക് ശ്രമിക്കായിരുന്നു ഇതുവരെ. ഞാൻ അവളോട് അപേക്ഷിച്ചു, കാലു പിടിച്ചു. പക്ഷെ ഉറച്ച തീരുമാനമായിട്ട് നിൽക്കുക അവള്. അവൾ ഈ നാട്ടിൽ നിന്ന് പോവില്ല. പോണം. അവൾ ഇവിടുന്ന് പോയേ തീരൂ. അവളെയും കുഞ്ഞിനെയും ഓടിക്കാൻ ഞാൻ എല്ലാ രീതിയിലും ശ്രമിക്കുക. വേണ്ട, നീ ഇനി ഇതിൽ ഇടപെടണ്ട. കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. അല്ലമ്മേ, അമ്മ മാത്രമായേ പറ്റില്ല. അവള് സ്ട്രോങ്ങാ. ഞാൻ എന്തുമാത്രം സ്ട്രോങ് ആണെന്ന് അവൾ അറിയും. അവൾ ഈ നാട്ടിൽ നിൽക്കില്ല. നമ്മുടെ അരുണിനെ ഞാൻ അവൾക്ക് വിട്ടുകൊടുക്കില്ല. അതുറപ്പാ. അമ്മേ, വളരെ ശ്രദ്ധിച്ചു വേണം ഓരോ നീക്കവും നടത്താൻ. ആ ശ്യാമ അവൾക്ക് വലിയ സപ്പോർട്ടായി കൂടെയുണ്ട്. ശ്യാമയെ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ ശ്യാമയെ വിളിച്ച് താക്കീതുപോലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവൾ അനുസരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പറയാൻ പറ്റില്ല അമ്മേ. അശ്വതിയുടെ കഥ കേട്ട ശ്യാമയുടെ മനസ്സലിയും. ഇനി അങ്ങനെ ഒരു അലിവ് അവൾക്ക് വന്നാ ഞാൻ ശ്യാമയെ പിന്നെ ഇവിടെ വെച്ചു വാഴിക്കില്ല. അടുത്ത നിമിഷം പടിക്ക് പുറത്തായിരിക്കും അവള്. അമൃതയും കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അമൃതയുടെ കാര്യം സാരമില്ല. പേടിക്കേണ്ടത് ശ്യാമയെ തന്നെയാ. അവള് ചിലപ്പോ അശ്വതിയെ അരുണുമായിട്ട് കൂട്ടിമുട്ടിക്കും. പക്ഷെ അശ്വതി അന്ന് വീട്ടിൽ വന്നപ്പോൾ അരുൺ കാണാതെ അശ്വതി രക്ഷിക്കാൻ നോക്കിയുള്ള ശ്യാമ. അതുകൊണ്ട് ശ്യാമയുടെ മനസ്സിൽ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുമില്ല. അമ്മേ, അമ്മ ടെൻഷനൊന്നും അടിക്കണ്ട. കാര്യങ്ങളിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. ഇന്നു മുതല് സംഗീത സാധനയുടെ പുതിയ ഘട്ടം ആരംഭിക്കുകയാണ്. നമ്മുടെ കമ്പനിക്ക് വേണ്ടി ഇറക്കുന്ന ആദ്യ ആൽബത്തിലെ പാട്ടുകൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള യജ്ഞം. സർ, എനിക്ക് നല്ല ടെൻഷനുണ്ട്. എല്ലാ ദിവസവും ഇങ്ങനെ പോകുമ്പോൾ എവിടേക്കാ പോകുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാ? അതൊന്നും ഉണ്ടാവില്ല. അഥവാ ആരെങ്കിലും ചോദിച്ചാ നമുക്ക് എന്തെങ്കിലും ഒഴിവ് കഴിവ് പറഞ്ഞ് രക്ഷപ്പെടാം. നോക്ക്, നമ്മൾ കൃത്യമായി സൂക്ഷിച്ചാൽ മതി. മറ്റാരും അറിയില്ല. നമ്മള് നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിയിട്ടേ ലോകം ഇക്കാര്യം അറിയാൻ പാടുള്ളൂ. ഇരുവരുടെയും രഹസ്യം എന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കും. എന്നാലും എനിക്കെന്തോ ചെറിയ പേടി പോലെ ഉണ്ട് സർ. ഒന്നും പേടിക്കണ്ട. ഇപ്പൊ പേടി മാറിയില്ലേ? കുറച്ച്. എന്നാ പോവാം. എന്താടോ? ശശികുമാർ സാറുമായി കണ്ടുമുട്ടിയ ഇവിടെ വെച്ച് തന്നെ നമുക്ക് സാധകം ആരംഭിച്ചാലോ? എന്തോ ഒരു വല്ലാത്ത പോസിറ്റീവ് എനർജി എനിക്ക് തോന്നുക. എങ്കി നമുക്കിനി എന്നും രാവിലെ ഇങ്ങോട്ട് വരാം. ഇവിടെ ഇരുന്ന് സാധകം ചെയ്യുന്നു. എന്നും എന്നോടൊപ്പം വരാൻ സാറിന് സാധിക്കോ? എടോ, തന്നെ ലോകം അറിയുന്ന ഗായികയാക്കുക, അത് മാത്രം എന്റെ ലക്ഷ്യം. അതിനു വേണ്ടി എന്ത് ചെയ്യാനും എനിക്ക് സന്തോഷമേ ഉള്ളൂ. താൻ ദേശീയ അവാർഡ് വാങ്ങുന്ന ദിവസം മുൻനിരയിൽ നിന്ന് എനിക്കത് കാണണം. കണ്ണും മനസ്സും നിറയെ കാണണം. എന്നാലേ താൻ വാ. ഇവിടെ എന്താ ഇവരുടെ പരിപാടി? എന്തോ രഹസ്യമുണ്ട്.
തന്റെ സംഗീത സാധനയുടെ ഒരു പുതിയ അധ്യായം തുടങ്ങുന്നു. അങ്ങനെ കരുതിയാൽ മതി. സംഗീത സാധനയോ? ഇവളും സംഗീതമായിട്ട് എന്താ ബന്ധം? പറഞ്ഞില്ലേ, രാജ്യത്തെ മുഴുവൻ ജനങ്ങളും നിന്നെക്കുറിച്ച് പറയുന്ന, നിനക്ക് വേണ്ടി കൈയടിക്കുന്ന ഒരു ദിവസം വരും. നാട് മുഴുവൻ കൈയടിക്കുന്നോ? രണ്ടിനും വട്ടായോ? കൃഷ്ണതുളസി എന്ന പേരില് മറഞ്ഞിരുന്ന് പാടുന്നയാൾ യഥാർത്ഥത്തിൽ താനാണെന്നറിയുമ്പോ പലരും ഞെട്ടും. കൃഷ്ണതുളസിയോ? ഇവളാണോ കൃഷ്ണതുളസി? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഇവളെങ്ങനെയാ കൃഷ്ണതുളസി എന്ന പാട്ടുകാരിയാവുന്നേ? പറഞ്ഞില്ലേ, സാറിന്റെ വാക്കുകൾ എന്റെ ഹൃദയം നിറയ്ക്കുക. ഏത് ഭാര്യയ്ക്കും ജീവിതത്തിൽ പൂർണ്ണത വരുന്നത് അവളെ പിന്തുണയ്ക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടുമ്പോഴാ. എനിക്ക് പാടിക്കൊണ്ടേയിരിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആളുകളുടെ മുന്നിൽ പാടുന്ന ഒരു വലിയ പാട്ടുകാരി ആവണമെന്നൊന്നും ഞാൻ മോഹിച്ചിട്ടില്ല. സാറായിട്ട് എന്റെ ആഗ്രഹം സാധിച്ചു തരാൻ പോവാ. എന്നെ ഒരു ഗായികയാക്കുക. സാറിനെ തൊട്ട് തൊഴുത് വേണം എന്റെ പുതിയ ഘട്ടം തുടങ്ങാൻ. എന്താണോ ഇത്? സാറാ എന്റെ ജീവിതം. എന്റെ ജീവിതത്തെ ഞാൻ തൊഴുന്നു, അത്രേ ഉള്ളൂ. ശരി, സാധകം തുടങ്ങിക്കോളൂ. എന്താ ശ്യാമേ? സാർ, അവിടെ ഐശ്വര്യ എടുത്തില്ലേ? ഐശ്വര്യ എടുത്തിയോ? എവിടെയോ? അവിടെ അവിടെ ഉണ്ടായിരുന്നോ? അവിടെ ആരോ മാറുന്ന പോലെ ഞാൻ കണ്ടു. തനിക്ക് തോന്നിയതാവും. കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങൾ വെച്ചിട്ട് അതും ചിന്തിച്ചിരുന്നതുകൊണ്ട് തോന്നിയതാ. തോന്നിയതാണെന്നോ? താൻ വാടോ, അവിടെ ആരുമില്ല. ഇത്തരം ചിന്തകളൊന്നും മനസ്സിൽ വരരുത്. പാട്ട് മാത്രം മതി ഉള്ളില്. ഇവൾ ഇത്ര വലിയ പാട്ടുകാരിയാണോ? എന്തിനീ ഇവളെ മറച്ചു വെച്ചത്? ഇത്ര വലിയ പാട്ടുകാരിയാണ് ഇവളെന്ന് അമ്മ അറിഞ്ഞാ പിന്നെ ഇവളെ നിരത്ത് വെക്കില്ല. എന്ത് വന്നാലും ഈ രഹസ്യം അമ്മയോ വീട്ടിലെ ബാക്കിയുള്ളവരോ അറിയാൻ പാടില്ല. കൃഷ്ണതുളസി ഇവളാണെന്ന് അറിഞ്ഞാ പിന്നെ സ്ഥാനങ്ങളെല്ലാം ഇവൾക്കായിരിക്കും. ഇല്ല, അരുന്ധതി ആന്റി ഒഴികെ ആരും ഈ രഹസ്യം അറിയരുത്. എന്താടോ? എന്തോ പെട്ടെന്നൊരു ബ്രേക്ക് പോലെ. സാരമില്ല, വാ. ഇന്ന് തന്റെ ശ്രദ്ധ അല്പം മാറിയല്ലേ? ശരി, നമുക്ക് നാളെ തുടരാം. വാ.
അവൻ സൺഷൈൻ ഗ്രൂപ്പുമായിട്ട് കോൺട്രാക്ട് ഒപ്പുവെച്ചു. അത് വർക്കൗട്ട് ആയാൽ മ്യൂസിക് ഇൻഡസ്ട്രി അഖിൽ പിടിച്ചടക്കും. ഞാൻ മനസ്സിൽ കണ്ടതൊക്കെ വെറുതെ ആവും. അവന് വേണ്ടി പാടാൻ ബുക്ക് ചെയ്യുന്നവരെ നമ്മൾ ടാർഗറ്റ് ചെയ്യും, അവർ നമ്മൾ ബ്ലോക്ക് ചെയ്യും. അതൊന്നും പറയുന്നത് പോലെ എളുപ്പത്തിൽ നടക്കുമെന്ന് തോന്നുന്നില്ല. അഖിലിനെയും ശ്യാമയെയും ഡയറക്റ്റായിട്ട് നേരിടണം, അവരെ അങ്ങ് തീർക്കണം. ഈ സൺഷൈൻ ഗ്രൂപ്പുമായി അഖിലുണ്ടാക്കിയ കരാർ വ്യവസ്ഥ എങ്ങനെയാണെന്ന് അറിയാമോ? അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയൊന്നും കിട്ടിയിട്ടില്ല. എൻ്റെ ഒരാൾ അവിടെ ഉണ്ട്, അയാളിൽ കൂടി ചോർന്ന് കിട്ടിയ വിവരമാ. ജയേഷ്, ഐശ്വര്യ, അരുന്ധതി അവരെയൊക്കെ വിടാം. നമുക്ക് രണ്ടുപേർക്കും ആനന്ദ നിലയത്തിൽ പൊതുവായി ഒരു ശത്രു ഉണ്ടല്ലോ. എത്ര ശ്രമിച്ചിട്ടും നമുക്ക് അവിടെ ആരെയും ഒന്ന് തൊടാൻ പോലും പറ്റുന്നില്ല. പക്ഷേ ഇനി നമ്മൾ കരുതി കളിക്കണം. ഈ കോൺട്രാക്ട് ഒരിക്കലും സ്വന്തമാക്കാൻ അവന് പറ്റരുത്. ഇവൻ കുറെ നേരമായിട്ട് പുറകെ വരികയാണല്ലോ. യാതൊരു കാരണവശാലും അരുണും അശ്വതിയും തമ്മിൽ കാണാൻ പാടില്ല. എന്താടാ നീ എന്റെ പുറകെ ഞാൻ കൂടിയിരിക്കുകയാണല്ലോ. ഏട്ടന്റെ പുറകെ കൂടിയെന്നോ? ആര്? ഞാൻ പൊതുവഴി കൂടെ വണ്ടി ഓടിച്ചു പോവാ. അതിനിപ്പോ എനിക്ക് ഏട്ടന്റെ അനുവാദമൊന്നും വേണ്ട. ശരി, ഒരു തർക്കമൊന്നും വേണ്ട, നീ ചെല്ല്. ഇല്ല, എനിക്ക് പോയിട്ട് ധൃതിയൊന്നുമില്ല. ഏട്ടൻ ചെല്ല്. എന്താ നിന്റെ ഉദ്ദേശം? എന്റെ ഉദ്ദേശം ഏട്ടന്റെ ഉദ്ദേശം നടത്താതിരിക്കുക, അത് തന്നെ എന്റെ ഉദ്ദേശം. ഏട്ടൻ ഇങ്ങനെ നോക്കണ്ട. ഞാൻ ഉപദേശിക്കേണ്ട രീതിയിലൊക്കെ ഉപദേശിച്ചു. ഇനിയും ഉപദേശിച്ച സമയം കളയാനൊന്നും എനിക്ക് വയ്യ. അരുണെ, നീ വെറുതെ ഓരോന്ന് തെറ്റിദ്ധരിച്ചിരിക്കുക. തെറ്റിദ്ധരിച്ചോ? ആര്? ഞാൻ ശരിയായിട്ട് തന്നെ ധരിച്ചിരിക്കുന്നത്. ഏട്ടനെ ഒരു തെറ്റിൽ ചെന്ന് വീഴാൻ ഞാൻ സമ്മതിക്കില്ല. പറയേ, അവളാരാ? അവൾ ആരാന്നോ? അവള് നിന്റെ പെണ്ണാടാ. അവള് നിന്റെ ജീവിതം തുലയ്ക്കാതെ നോക്കുക ഞാൻ. അവളെ ഈ നാട്ടിൽ നിന്ന് ഓടിച്ച് നിന്റെ കുടുംബം രക്ഷിച്ചെടുക്കാൻ നോക്കുക ഞാൻ. എന്താ ഞാൻ ചോദിച്ചതിന് ഉത്തരവില്ലേ? അവൾ ആരാണെന്ന് പറയും. ഏത് പെണ്ണും? ഏത് പെണ്ണിന്റെ കാര്യമാണ് നീ പറയുന്നത്? അയ്യോ, ഏട്ടൻ അറിയില്ല അല്ലേ? വീട്ടിലെ പുകച്ചിൽ എന്തിനാ ഏതിനാന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മുമ്പ് വീട്ടിൽ ഏട്ടനെ അന്വേഷിച്ച് വന്ന ആ പെണ്ണ് ആരാന്നാ ഞാൻ ചോദിച്ചത്. ഒക്കെ നിന്റെ തോന്നലുകളാ. അങ്ങനെ ഒരു പെണ്ണില്ല, ഞാൻ പറഞ്ഞില്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ഏട്ടൻ ഇനി എത്രയൊക്കെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലും എനിക്കറിയാം, ഒരു പെണ്ണ് ഏട്ടന്റെ ജീവിതത്തിലേക്ക് എത്തിയിരിക്കുക. ശരി, അഥവാ എന്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് എത്തിന്നിരിക്കട്ടെ, അതിന് നിനക്കെന്ത് വേണം? പറയടാ, എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് വന്നു, അതിൽ നീ എന്തിനാ ഇടപെടുന്നത്? ഇടപെടും. അത് എന്റെയും കൂടി കുടുംബത്തെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഇടപെടും. അരുണേ, നീ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഓരോന്ന് സങ്കല്പിച്ച് കൂട്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. നീ ചിന്തിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. നീ എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. ചില കാര്യങ്ങളിൽ മറ്റുള്ളവർ തലയിടാൻ വരരുത്, അതാ എല്ലാവർക്കും നല്ലത്. ഓ, മറ്റുള്ളവർ തലയിടാൻ വരരുതെന്നല്ലേ? എന്ന് വെച്ചാ ഞാൻ മറ്റുള്ള ആരെങ്കിലും ആണെന്നോ? ഏട്ടൻ എന്നോട് പറയും, ഞാൻ കാര്യങ്ങളൊക്കെ ശരിയാക്കാം. നീ പോ. നിന്നേ. അങ്ങനെ പോകാൻ പറഞ്ഞാ ഞാനങ്ങ് പോകുമെന്ന് കരുതണ്ട. എന്റെയും കൂടെ വീട് ആനന്ദ നിലയം. ആ വീട്ടിൽ പുറത്തുനിന്നൊരു പെണ്ണ് വന്ന് കയറാൻ ഞാൻ സമ്മതിക്കില്ല. അതിനു വേണ്ടിയാടാ ഞാനും ഈ ഓട്ടം ഓടുന്നേ.
എന്താ? നമ്മൾ സംശയിച്ചത് ശരിയാ. ശ്യാമ സംഗീതം പഠിക്കുന്നു, ദിവസവും ബീച്ചിൽ ചെന്ന് സംഗീതം സാധകം ചെയ്യുന്നു. ഐശ്വര്യ, നീ കണ്ടതെല്ലാം ജഗനോട് പറഞ്ഞു കൊടുക്ക്. അന്ന് വിസ്മയ ടെറസിൽ പാടുന്നതായിട്ട് സംശയിച്ച കാര്യം ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നല്ലോ. ഉം. അതിനുശേഷം ഞാൻ അവളെ ശ്രദ്ധിക്കുമായിരുന്നു. ഇന്ന് അഖിയും ശ്യാമയും കൂടെ കാര്യങ്ങൾ പറഞ്ഞ് പുറത്തിറങ്ങുന്നത് കണ്ട് ഞാൻ അവരെ പിന്തുടർന്നു.